സഹൃദയരെ, കലാസ്നേഹികളെ, നൈറോബി സ്കിറ്റേഴ്സിന്റെ ഏറ്റവും പുതിയ നാടകം ഗാനപരദൂഷണം നാൽക്കവലയിൽ നാണു. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ആശാനും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അവിടെ കഴിച്ചോണ്ടിരുന്നത് കമ്മറ്റിക്കാർ വന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് ഗാനമേള തുടങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഒരു കാര്യം നമുക്കൊരു കാര്യം ആശം വരുന്നതിന് മുമ്പ് നമുക്ക് സൗണ്ട് സാധനം ചെയ്ത് നമ്മുടെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയേക്കാം. തുടങ്ങിക്കോ. പൈപ്പ പൈപ്പമ്മ രണ്ടൊന്നല്ലേ? കറക്റ്റാണ്. കായ്ക്ക കായ്ക്ക കരി കരി ആന ആടും കൂടി എന്താ ഇവിടെ കിടന്ന് കാണിക്കണം? ഞങ്ങളൊരു സാധനം ചെയ്തതാ. സാധനം ചെയ്ത അല്ല സാധകം. എടാ വൃത്തികെട്ടവനെ സാധകം ചെയ്യരുത്, സാധകം ചെയ്യുന്ന എത്ര പ്രാവശ്യം പറഞ്ഞു തന്നെ. അതെന്താ? എടാ സാധകം ചെയ്താൽ മരിച്ചു പോകും. എന്റെ അച്ഛൻ ഗാനപരദൂഷണം പത്മനാഭ ഭാഗവതൂരി മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ മരിച്ചു? ഇതുപോലെ സാധകം ചെയ്തിട്ടാ. ആ മോഹൻലാൽ ഒറ്റൊരുത്തൻ കാരണം എന്റെ അച്ഛൻ മരിച്ചു. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അതെങ്ങനെ മരിച്ചു? എടാ എന്റെ അച്ഛൻ കർണാടക സംഗീത പാഠം തലക്ക് പിടിച്ച് തലക്ക് പ്രാന്തായിട്ട് തെക്ക് വടക്ക് ഓടി നടക്കുന്ന സമയം. ഈ സമയത്താണ് മോഹൻലാൽ 6-ാം തമ്പുരാൻ സിനിമ അഭിനയിക്കുന്നത്. അതിന് മോഹൻലാൽ ഒരു ഡയലോഗ് പറയണ്ടല്ലോ, സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ മടയിൽ പോണം. ഇത് കേട്ട വഴി എന്റെ അച്ഛൻ എണീറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. എങ്ങോട്ട്? നേരെ സിംഹത്തിന്റെ മടിയിൽ പോയി. മടിയിലല്ലോ, മടലല്ലേ? മടയിലാ പോണ്ട, അച്ഛൻ കയറി മടിയിലായിരുന്നത്. സിംഹം പൊറോട്ട കീറുമ്പോൾ 5-6 കീറി. അവിടെ നിന്ന് നേരെ എണീറ്റ് ഒറ്റ ഓട്ട നേരെ ഗുരുവിന്റെ മുമ്പിൽ ചെന്നു. ഗുരുവിന്റെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്കും ഗുരു മുണ്ട് മടക്കി കുത്തിട്ട് ഒറ്റ ചോദ്യ, ദക്ഷിണ വലിയ ഇരിപ്പുണ്ടോ? എന്റെ അച്ഛനല്ലേ 5 പൈസ. അവസാനം ഗുരുവിന് ദേഷ്യം കയറിയപ്പോ ഗുരു തമിഴിലൊരു ഒറ്റ ഡയലോഗ്, ജോ കഭി ഖതം ഹോ ജാതി ഹൈ ഹൈ ഹോ ഹം ഹേ ഹും. മനസ്സിലായ? ഇല്ല, ഒന്നും മനസ്സിലായില്ലേ? എടാ സംഗീതം പഠിക്കണമെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് സാധകം ചെയ്യണു. എവിടെ ഗോളിയാറിൽ അവിടെ കുളിക്കാൻ വെള്ളമുണ്ടോ? പുഴയിൽ വെള്ളമുണ്ടോ? കിണറ്റില് വെള്ളമുണ്ടോ? കണ്ണില് വെള്ളമുണ്ടോ? അവസാനം ഒരു ബക്കറ്റ് വെള്ളം കിട്ടി. ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ എങ്ങനെയാ കഴുത്തോളം മുങ്ങിക്കണം? എങ്ങനെ മുങ്ങിക്കും? എന്റെ അച്ഛൻ എന്നെക്കായും ബുദ്ധിയുള്ളവനാ. അച്ഛൻ എന്ത് ചെയ്ത് ഈ ഒരു കുടം ഈ ബക്കറ്റ് വെള്ളത്തിൽ തല അങ്ങോട്ട് കുത്തിയിട്ട് കാലും പൊക്കി അച്ഛൻ 1 മണിക്കൂർ അങ്ങോട്ട് നിന്നു. അവസാനം 1 മണിക്കൂർ കഴിഞ്ഞ് പൊക്കി നോക്കിയപ്പോ സാധകം ചെയ്യാൻ നിന്ന് അച്ഛൻ സാധനം കാലിയായി. മോഹൻലാലിന് എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ ശരിയൊക്കെ കൊടുത്തോളാം. ഈ പരിപാടി തുടങ്ങാൻ നേരമായി. പെട്ടെന്ന് സൗണ്ട് ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അല്ലേ ഇതെന്തോ സംഭവം? എനിക്കറിയാൻ പാടില്ല, നമുക്ക് വേറെ ചെയ്യാം. ഒരല്പം താഴണം. സാന്ന് പറഞ്ഞ യെസ് അവന്നെ യെസ്. സാ താഴ്ത്തെ താഴ്ത്തെ. സാ പോരാ, കുറച്ചൊരു താഴണം. സാ ഇനി താഴേക്ക് പിക്കാസിട്ട് കുടിക്കണം. എന്റെ ദൈവമേ, കണ്ട മണ്ണുമണിക്കാരെയൊക്കെയാണല്ലോ പരിപാടിക്കുണ്ട്. എന്തെങ്കിലും പരിപാടി കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ബുക്ക് ചെയ്യാൻ വരും. മണ്ടത്തരൊന്നും വിളമ്പിയേക്കരുത് കേട്ടാ. മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങി നോക്കാം. കരണ്ട് വന്നിട്ട് തുടങ്ങിയോ? ആശാനെ നമസ്കാരം. നമസ്കാരം. എന്റെ പൊന്ന ആശാനെ, ആശാന്റെ ഒരു ഗാനമേള ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാത്ത ഏജൻസികളില്ല. ഇവിടെ വന്ന പോരായിരുന്നോ? എന്റെ ആശാനെ, ആശാന്റെ വീട്ടിൽ ചെന്നപ്പോ പിന്നെ ചേച്ചിയാ പറയുന്നേ ഇന്ന് ഈ ക്ഷേത്രത്തിൽ ആശാന്റെ വലിയ ഗാനമേള ഉണ്ടെന്ന്. അടിപൊളി ഗാനമേള. ഈ ജനങ്ങളൊക്കെ വന്നിരിക്കണ്ട ഗാനമേള കേൾക്കാനായിട്ട്. ഇവരൊക്കെ ആരാ? ഇതെന്റെ ശിഷ്യന്മാരാ. ഓ അത് ശരിയാ. ഞാൻ പാടും, ഇവര് രണ്ടുപേരും ആടും. ഓ ആട്ടം ഉണ്ടല്ലേ? പിന്നെ അതാണ് ഞങ്ങളുടെ ഗാനമേളയുടെ വെറൈറ്റി. അതെ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ, പാട്ടും ആട്ടവും കൂടെ. പിന്നെ എങ്ങനെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? എന്താ ചിരിക്കുന്നേ? ഇന്നലെ 2 പരിപാടിയല്ലായിരുന്നോ? ഡബിളാ? ആദ്യത്തെ പരിപാടി കമ്മിറ്റിക്കാർ തുടങ്ങാൻ പറഞ്ഞത് 9 മണിക്കാ. തുടങ്ങിയപ്പോ 10 ആയി, 11 ആയി, 12 ആയി. എന്തിനു പറയണ, അവസാനം 1 ആയി. അതെ, കാണാൻ ഒരാൾ മാത്രം വേണ്ട. എന്നിട്ട് രണ്ടാമത്തെ പരിപാടി തീർന്നപ്പോഴേക്കും കോഴി കൂവി. കോഴിക്കും വിവരം വെച്ച് തുടങ്ങിയല്ലോ. പിന്നെ ആശാന്റെ ഈ ഗാനമേളക്ക് നല്ല കയ്യടി കിട്ടാറുണ്ടോ? എന്റെ ഗാനമേളക്ക് കയ്യടി കിട്ടാറുണ്ടോ? എടാ എന്റെ ഗാനമേള തുടങ്ങി ആദ്യത്തെ 3-4 മിനിറ്റ് കയ്യടിയാ.
പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ എന്തൊക്കെ കൊണ്ടാ അടിക്കണേന്ന് ഒരു പിടിയില്ല. അപ്പോഴേക്കും ബോധം പോവും. എന്താ പ്രശ്നം? ഇടയ്ക്ക് ഇങ്ങനെ ആശാൻ എങ്ങനെ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ? പുറത്ത് പരിപാടി കിട്ടാറുണ്ടോന്നോ? എടാ കാണിച്ചു കൊടുക്കടാ. കണ്ടാ കഴിഞ്ഞ ദിവസം കടപ്പുറത്ത് ഒരു പരിപാടിക്ക് പോയതാ, പങ്കായത്തിന് അടിച്ചതാ. ഞാനത് എവിടെയാ പറയും. എന്റെ ആശാൻ അതല്ല. ആശാന് ഗാനമേള കൂടുതൽ ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? എനിക്ക് ഗാനമേള കൂടുതലും ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? ആശാൻ ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഡോർ, മറ്റേത് മരത്തിന്റെ. അതെ, ആശാന്റെ ശിഷ്യൻ തന്നെ. ആശാനെ പ്ലാസ്റ്റിക്കും മരമൊന്നും അല്ല. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈതാനങ്ങളൊക്കെ നടന്ന പരിപാടി ഉണ്ടല്ലോ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടിയ പരിപാടി, ഓഡിറ്റോറിയം പരിപാടി. എനിക്ക് കൂടുതലും ഔട്ട്ഡോർ പരിപാടിയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, പരിപാടി അങ്ങോട്ട് തീരുമ്പോഴേക്കും ഇൻഡോർ ആയി പോകും. എന്താ ഈ കമ്മിറ്റിക്കാർ പിടിച്ച് പൂട്ടിയിടും. അതാണ് ഈ ഞാൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത് പറഞ്ഞല്ലോ. ഈ തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി ആശാൻ അറിയാമോ? തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി അറിയാമോ? അറിയാം. അതും എന്നോട്. ഞാൻ പറയട്ടെ, സ്റ്റേജിന്റെ പുറകിലുള്ള മതിൽ ചാടി കിടന്നിട്ട് റബ്ബർ തോട്ടത്തിൽ കൂടി 100 ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചാണാക്കുഴി ചാടാണ്ട് അപ്പുറത്തെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ കയറിട്ട് പൈപ്പ് വഴി ഊർന്നിറങ്ങിയിട്ട് പട്ടി അടിക്കാണ്ട് വേലി ചാടിയിട്ട് 100 ഓടണ ആ വഴിയല്ലേ? ആശാനെ സമ്മതിക്കണം, ആ നാട്ടുകാർക്ക് പോലും ആ വഴി അത്ര പരിചയമില്ല. ആശാൻ എങ്ങനെ മനസ്സിലായത് ആ വഴി? 4 വർഷം മുമ്പ് ഒരു ഗാനമേള നടത്തി പൊളിഞ്ഞിട്ട് ഞങ്ങൾ അതുവഴിയല്ലേ ഓടി രക്ഷപ്പെട്ടത്. ഓ, അന്ന് ആശാനായിരുന്നു ആ പരിപാടി നടത്തിയതല്ലേ? എന്നെ പോലത്തെ ഒരാള്. മനസ്സിലായി. പക്ഷെ അന്ന് ആശാൻ ഇത്ര തടിയില്ലായിരുന്നു കേട്ടോ, വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോഴെങ്ങനെ എത്രയും തടി വെച്ചത്? അത് പിന്നെ ഡെയിലി അടി കിട്ടിയ പിന്നെ നീര് വെക്കത്തില്ലേ? പള്ളിവട്ട മനുഷ്യനെ പേടിപ്പിക്കുന്ന